ഓർമ്മയുണ്ടല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് നട്ടാൽ കുരുക്കാത്ത പച്ച നുണകൾ പറഞ്ഞു നടന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ച പാർട്ടി CPM. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു നടപടികളും എടുക്കാൻ പറ്റുമായിരുന്നില്ല. യാതൊരു തെളിവുകളും ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നിയമസഭയിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി കേസും ബലാത്സംഗ കേസും എടുക്കുമെന്ന്. പിന്നീട് ഒരു DGP, 2 ADGPമാര്, അങ്ങനെ 3 സംഘങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അന്വേഷിച്ചു. ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയോട് നിയമ ഉപദേശം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിനെതിരായിട്ട് ഒരു നടപടിയും എടുക്കാൻ പറ്റത്തില്ല. DGPയും ADGPമാരും നടത്തിയ 3 അന്വേഷണങ്ങൾ, അതിലൊരു തുമ്പും കിട്ടിയില്ല, ഒരു തെളിവും കിട്ടിയില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ അന്വേഷണങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് FIR റദ്ദാക്കി കിട്ടാനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനോ ഉമ്മൻചാണ്ടി ശ്രമിച്ചില്ല. പലരും ആവശ്യപ്പെട്ടതാണ്, മുൻകൂർ ജാമ്യമെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, ചിലപ്പോൾ കയ്യാമം വെച്ചുകൊണ്ട് പോയെന്ന് വരാം, അത് ഒഴിവാക്കണമെന്ന് പലരും പറഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്ക് മുൻകൂർ ജാമ്യവും വേണ്ട, FIR ക്വാഷ് ചെയ്യുകയും വേണ്ട, സത്യം പുലരും, യാതൊരു സംശയവുമില്ല എന്ന്. അവസാനം എന്ത് ചെയ്തു? അന്വേഷണത്തിന് ഒരു തെളിവും കിട്ടാതെ വന്നപ്പോൾ ആ കേസിലെ കുറ്റാരോപിതയായ സ്ത്രീയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ടൊരു പരാതി എഴുതി വാങ്ങി. എന്നിട്ട് CBIയുടെ അന്വേഷണത്തിന് വിട്ടു.